ആ ഗേറ്റ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ മതി. ആ ഓക്കെ. ആ ഋഷി ആരെയാ വെയിറ്റ് ചെയ്യുന്നേ? ബേബിയാണോ? അല്ല ചപ്പാ, ഞാൻ നമ്മുടെ മോൺസി വർഗീസിനെ. MLA ആ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. ആ ദേ മോൺസി വന്നു. ഋഷി, നിന്റെ കോലൊക്കെ അങ്ങ് മാറിയുള്ളടാ, താടിയൊക്കെ വളർത്തി. നിനക്ക് പിന്നെ വേഷമൊന്നും മാറാൻ പറ്റത്തില്ലല്ലോ. അന്നും കതറ് ഇന്നും കതറ്. ഇത് നമ്മുടെ ചിറ്റപ്പൻ. എനിക്കറിയാം, നമ്മൾ 1-2 ഫംഗ്ഷന് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. വാ വാ ചേച്ചിയാ. നിങ്ങൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാ. വാ നമുക്ക് മുകളിലോട്ടിരിക്കാം. വരൂ. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ പിന്നങ്ങ് ഭയങ്കര ഇഷ്യൂ അല്ലേ? ഇല്ലാത്ത സകല കേസും പൊങ്ങി വരില്ലേ? ആ സഭയിലൊരു ഇഷ്യൂ അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോ അത് നിങ്ങളൊരു കണക്റ്റഡാ. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും കണക്ക് അവതരിപ്പിച്ചു. ഇന്ന് സഭയിൽ മലപ്പുറം MLA, പ്രതിപക്ഷ MLA. അപ്പോ ഈ കോടനാട് കേസ് എങ്ങനെ ഇതിൽ വരുന്നത്? കോടനാട് കേസ് ടോട്ടൽ ഇഷ്യൂവിന്റെ ഭാഗമാണ്. ഈ KGS പുറത്തോട്ടൊരു കേസില്ലേ, നഗരസഭയും ആദിത്യ ഗ്രൂപ്പും തമ്മിലുള്ള ഇഷ്യൂ, അത് സഭയിൽ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും നാളെ അസംബ്ലിയിൽ റവന്യൂ മിനിസ്റ്ററുടെ ചോദ്യോത്തര ദിവസമാണ്. ആലത്തൂർ MLA ഇതേ വിഷയം, കോടനാട് ഇഷ്യൂ ഏതുവരെയായി, പുനരന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുക. നാളെ കൂടെ നഴ്സുമാരുടെ കാര്യം പറഞ്ഞ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടു. പിന്നെ സഭ കൂടുന്നത് അടുത്ത മാസമാ. പക്ഷേ അതിനു മുമ്പ് ഈ കോടനാട് കേസ് പുറത്തു കൊണ്ടുവരാനാ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ശ്രമം. ഗവൺമെന്റിന് പ്രഷർ വന്നാ ചീഫ് സെക്രട്ടറിക്ക് അന്വേഷണ ചുമതല വരും. അങ്ങനെ വന്നാൽ അത് കുറച്ച് കുഴപ്പമാ. ഈ ആദിത്യ ഗ്രൂപ്പിന്റെ പേരിൽ കേസ് ഒന്നല്ലല്ലോ, പലതും ഉണ്ടെന്നാ പുറത്തെ സംസാരം. ഇതൊക്കെ ആ KGS മറ്റേ പെണ്ണുമ്പിളയും കൂടെ ഉണ്ടാക്കിയതാ. ഞാൻ മോൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഫാമിലി ഇഷ്യൂസ്, അതിന്റെ തുടർച്ചയാതൊക്കെ. അതെ, ഈ ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷ കേസില്ലേ, ആ ഇഷ്യൂവും പറയുന്നുണ്ടായിരുന്നല്ലോ. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഋഷി പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. മോൻസി ഇതിൽ പെട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെയുള്ള പരീക്ഷ ഇഷ്യൂ കേസൊന്നുമില്ല. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. നിങ്ങൾ ഈ കോടനാട് കേസിന്റെ ബലം കൂട്ടാൻ വേണ്ടി KGS അറ്റാച്ച് ചെയ്തിരിക്കുന്ന കേസുകളായത്. ഋഷി ഒന്ന് വന്നേ, വാ. അത് ഋഷി, നീയും ഞാനും പെട്ടുപോയിരിക്കുക. കൂടെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട്. നിനക്കറിയാത്ത ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള എൻക്വയറി സ്റ്റാർട്ട് ചെയ്താ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ തീരും. ഈ KGS കൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാം പരീക്ഷ കേസ് ഡിലീറ്റ് ചെയ്യണം എങ്ങനെയും. പൊളിറ്റിക്കലി ഒരു സപ്പോർട്ട് കിട്ടില്ല എനിക്ക്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറയും. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി എക്സാം കേസ് KGS വഴി പുറത്തു വരരുത്. അതിനു മുകളിൽ മറയിടേണ്ടത് ഈ കോടനാട് കേസാ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. ഭരണപക്ഷം കൂടി സപ്പോർട്ട് ചെയ്ത് കോടനാട് കേസ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. എന്നുവെച്ചാ അന്വേഷണത്തിന് സപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ വന്ന ചീഫ് സെക്രട്ടറി കളക്ടർക്ക് അന്വേഷണ ചുമതല കൊടുക്കും. ഒരു 3 അംഗ അന്വേഷണ സംഘം. അതെത്രയും പെട്ടെന്ന് രൂപീകരിക്കാൻ ഗവൺമെന്റിന് ഭരണപക്ഷത്തുനിന്ന് പ്രഷർ പോവും. അപ്പോ അന്വേഷണം വന്ന മമ്മിയും പപ്പയും കുഴപ്പത്തിലാവില്ലേ? ആവട്ടെ, നമുക്ക് രക്ഷപ്പെടാൻ വേറെന്താ വഴി? വല്ലോണ്ടോ?
ഉണ്ടോ? ഈ കോടനാട് കേസ് ചർച്ചയിൽ പൊങ്ങി വരുമ്പോ നമ്മുടെ പരീക്ഷ കേസ് അതിലങ്ങ് മുങ്ങും. മീഡിയ മുഴുവൻ കോടനാടിന്റെ പിന്നാലെ പോവും. ഒക്കുമെങ്കിൽ ഇവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും കൂടി ഓപ്പൺ ചെയ്യണം. അതിനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവരുടെ ഫ്ലാറ്റിന് പിന്നിൽ ദുരൂഹമായ ഒരു കൊലപാതക കേസ് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അന്വേഷണം ആ വഴിക്ക് പോവും. നമ്മൾ മിണ്ടാതിരുന്നാ മതി. മോൻസി അത് എടാ, അവര് പെടട്ടെ, അല്ലാതെ വേറെ വഴിയില്ല. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൻസി വർഗീസ്. എൻ്റെ മനസ്സിലെ സങ്കടവും വേദനയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ സിമ്പതി നിന്ന് നേടാനായിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. KGS ഈവനിങ്സിൻ്റെ ഈ ഫ്ലോറിൽ ആൻസി വർഗീസ് വന്നിരിക്കണമെങ്കിൽ അതിനൊരു പ്രധാന കാരണമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ സാറ് വിളിച്ചു പറയുന്ന സത്യങ്ങൾ ശ്രദ്ധിക്കാതെ മാറിപ്പോവാൻ നിങ്ങൾക്ക് ആർക്കും പറ്റാറില്ല അല്ലേ? എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. നാട്ടുകാര്, മീഡിയ, സത്യവും അസത്യവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരിക്കാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് മാത്രമാണ്. എന്റെ പേരിലുണ്ടായിരിക്കുന്ന ഒരു വീഡിയോ അത് ഞാനല്ല എന്ന് തെളിയിക്കാനായിട്ട് ഞാനന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു പിന്മാറണമെന്ന്. എന്നിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി. മുഖ്യമന്ത്രി വരെ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇതൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ. ഒരു ഘട്ടം വരെ എൻ്റെ ഭർത്താവ് അനന്തകൃഷ്ണനും എനിക്ക് സപ്പോർട്ട് തന്നതാ. നിങ്ങൾ ഒരുപാട് പേര്, ഭൂരിപക്ഷം ആൾക്കാരും എനിക്ക് സപ്പോർട്ട് തന്നു. അതൊക്കെ എനിക്ക് വലിയ ധൈര്യമായിരുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ സീഡാക്കിൽ നിന്ന് അനുകൂലമായിട്ടൊരു റിസൾട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ഞാൻ ചതിക്കപ്പെട്ടു. ആ വീഡിയോയിലുള്ളത് ഞാൻ തന്നെയാണെന്ന് റിപ്പോർട്ട് വന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ സീഡാക്കിലെ റിസൾട്ട് തിരുത്തിയതും മുഖ്യമന്ത്രിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ആൻസി വർഗീസിനെ ഒരു ശത്രുവാക്കി മാറ്റിയതും എല്ലാം എന്റെ ഭർത്താവായിട്ടുള്ള അനന്തകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും അവരുടെ മരുമകനുമായിട്ടുള്ള ഒരാള് അവരാ. ഞാൻ പേഴ്ച്ചു പോയിട്ടുള്ളൊരു സ്ത്രീയാണെന്ന് എന്റെ ഭർത്താവിനെ കൂടെ ബോധ്യപ്പെടുത്താനായിട്ട് ആ സീഡാക്കിലെ റിസൾട്ട് അവർ ഉപയോഗപ്പെടുത്തി. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് എന്റെ ഈ ഒരു വിഷയം മാത്രമല്ല. KGS ഈവനിങ്സിന്റെ കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിയ ഒരു ഫ്ലാറ്റ് സമുച്ചയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്. ഈ കോടനാട് കെണി എന്ന പേരിൽ നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ്. ആ കോടനാട് കെണി എന്ന ഈ കേസും എന്റെ ഈ വീഡിയോ കേസും ഇതിപ്പോ ഒരേപോലുള്ള ഒരേ ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്റെ പേരിൽ വന്നിരിക്കുന്ന ഈ വ്യാജ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അനന്തുവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളാണെന്ന് ഞാൻ ആദ്യമേ വിശ്വസിച്ചാണ്. ഞാൻ കൊടുത്ത എല്ലാ കംപ്ലൈന്റ്സിലും അതുണ്ട്. ആ വീഡിയോയുടെ ഉറവിടം ആദ്യത്തെ ആ ഗ്രൂപ്പ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാണ്. CFS എന്ന് പറഞ്ഞ സെൻട്രൽ ഏജൻസിയിൽ അതൊരു വ്യാജ വീഡിയോ ആണെന്ന് തെളിയിക്കാനുള്ള എന്റെ ശ്രമം അതിപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ഞാൻ തെളിയിക്കരുത്, ഞാൻ ഒരിക്കലും അത് തെളിയിക്കരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇതിന് തടയിടാനായിട്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ ഒന്നും രണ്ടും അല്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ KGS ഈവനിങ്സ് ഒന്നൊന്നായിട്ട് അക്കവിട്ട് തെളിയിക്കും. അതിന്റെ ഒരു തുടക്കമാണ് ഈ കോടനാട് കേസ്. അവരിപ്പോ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് എൻ്റെ അടുത്ത്. പക്ഷെ ആൻസി വർഗീസ് ഇനി തോറ്റു കൊടുക്കില്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്യാത്ത സ്ത്രീയാ. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാ ഞാൻ. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ ഒരു വ്യാജ വീഡിയോ. ഈ ഒരു വീഡിയോ കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, എന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, എന്റെ സഹോദരങ്ങളെ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളും എനിക്ക് നഷ്ടമായി.
ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധാരണ സ്ത്രീയാ. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി ഒരു ജോലി ചെയ്യുന്നത് എങ്ങനെയാ? ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്കും നന്നായിട്ട് അറിയാം. ഇപ്പൊ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലർക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഭർത്താവിനെ ഭയന്ന്, വീട്ടുകാരെ ഭയന്ന്, മക്കളെ ഭയന്ന്, ഈ സമൂഹത്തെ മൊത്തം ഭയന്ന് ഈ നാട്ടിൽ എവിടെ പോയി ജീവിക്കാനായിട്ടാ? പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ മുഖം മറയ്ക്കാൻ അന്നും തയ്യാറല്ല, ഇന്നും തയ്യാറല്ല. ഈ കാര്യത്തിലുള്ള സത്യം പുറത്തു വരുന്നവരെ ഞാൻ മുന്നോട്ട് തന്നെ പോവും. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. KG സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തിയുടെ സപ്പോർട്ടും നിങ്ങളുടെ മനസാക്ഷി എന്റെ കൂടെ ഉണ്ടാവണം. പ്ലീസ്. സാറേ, ഋഷി സാറിന്റെ വൈഫ് വന്നിട്ടുണ്ട്. വൈഫോ? ആ, പല്ലവി മാഡം. ഋഷി, പല്ലവി വന്നിട്ടുണ്ട്. ദാ അകത്തുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. എവിടെ? അകത്തുണ്ട്. ചേച്ചി, ചേച്ചി കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കാം. നിന്റെ അടുത്ത് ആരടി പറഞ്ഞ ഈ വീട്ടിൽ വരാൻ? ഈ വീട്ടിൽ വരാൻ നിന്റെ അനുവാദം വേണോ? പിള്ളേരെ കാണാൻ തോന്നി വന്നു. നിങ്ങൾ കഴിക്കും. മോക്ക് ചപ്പാത്തി വേണോ? ചെന്ന് പറഞ്ഞോളൂ അവളെ. ചിറ്റപ്പൻ എന്തിനാ ഈ വീട് വാങ്ങി ഇങ്ങോട്ട് മാറിയത്? ഈ നാശം പിടിച്ചവള് പിള്ളേരുടെ മനസ്സ് മാറ്റി കൊണ്ടുപോയിരിക്കാൻ വേണ്ടിട്ടല്ലേ? അവളെ ചെന്ന് പറഞ്ഞു വിട് ചിറ്റപ്പ. പല്ലവി, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കോടതി പറഞ്ഞതനുസരിച്ച് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീട് വാങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുക. ആൻസി വർഗീസിന് പോലും കുഞ്ഞുങ്ങളെ കാണണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണം. നീ അവളുടെ അച്ചാരം വാങ്ങി എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സമാധാനം കളയുന്ന അറിയാവുന്നതുകൊണ്ടാ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ കാലുകുത്താൻ യോഗ്യതയില്ലാത്ത രണ്ട് പേരേ ഉള്ളൂ എന്റെ മുന്നിൽ. അത് ആൻസി വർഗീസും നീയും. അതുകൊണ്ട് നീ ഇറങ്ങ്. വേണ്ട, അങ്ങനെ വിളിക്കാൻ നിനക്ക് യോഗ്യതയില്ല. ഇറങ്ങ് പുറത്ത്.
ചിറ്റപ്പ കുട്ടികളുടെ മുമ്പ് വെച്ച് ഇങ്ങനെ പറയരുത്. അവരുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടാണ് കയറി പോകുന്നത്. എടി, ഈ കുഞ്ഞുങ്ങളെ പെറ്റ തള്ള തന്നെ നെഗറ്റീവാ ടോട്ടൽ. ആ നെഗറ്റീവ് എനർജി ഇവിടേക്ക് പകരം നീ കേറി വരരുത്. ഇറങ്ങ, മേലിൽ ഈ വീട്ടിൽ കാലൂത്തരുത്. ഇറങ്ങടി. പറഞ്ഞ കേട്ടില്ലടി, ഇറങ്ങ. ഇറങ്ങിപ്പോടി. ചിറ്റപ്പ, ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും. ഒരു സമയത്ത് ഒരുപാട് വിഷമിക്കേണ്ടി വരും, ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടിയും വരും. പോടി. പല്ലവി ചേച്ചി എന്തിനാ അച്ഛൻ വഴക്ക് പറഞ്ഞു വിട്ടേ? ചേച്ചി പാവമല്ലേ? നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ചേച്ചി വന്നത് ഫുഡൊക്കെ ആയിട്ട്? അല്ലുചേട്ടന് ഇഷ്ടമുള്ള ഫുഡല്ലായിരുന്നോ? ലതേച്ചി ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനേ കൊള്ളത്തില്ല, എനിക്കിഷ്ടമില്ല. ആ പാലിന് പോലും ഒരു ടേസ്റ്റ് ഇല്ല. പല്ലവി ചേച്ചിക്കാണെങ്കിൽ നമ്മളെ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. പിന്നെ എന്തിനാ അച്ഛൻ ചേച്ചിയെ പറഞ്ഞു വിട്ടേ? ഋഷിച്ചേട്ടൻ്റെ വഴക്കല്ലേ, അവര് തമ്മിൽ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അവര് ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നൊക്കെയാ പറഞ്ഞു കേട്ടെ. ആണോ? അപ്പൊ അവരും കോടതിയിൽ പോവോ? പോവായിരിക്കും. അപ്പൊ കല്യാണം കഴിച്ച വഴക്കായ കോടതിയിൽ പോണോ? ആ, പോണം. അപ്പൊ അച്ഛനും അമ്മയും കോടതിയിൽ പോയത് അതിനല്ലേ? ആ. അപ്പൊ നമ്മളെ കോടതിയിൽ കൊണ്ടുപോയതോ? അച്ഛന്റെയോ അമ്മയുടെയോ ആരെങ്കിലും ഒരാളുടെ കൂടെയല്ലേ കുട്ടികൾക്ക് പോകാൻ പറ്റൂ. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ആ കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ജഡ്ജിയെ പോയി കണ്ടിരുന്നെങ്കിൽ അച്ഛനെ അമ്മയെ നമുക്ക് കിട്ടിയാനല്ലേ? അതൊന്നുമില്ല, അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ആമയ്ക്കറിയത്തില്ല. അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടിൽ ഒരു രസവും ഇല്ല. നമുക്ക് താഴെ അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. വേണ്ട, അവിടെ താഴെ ഋഷിച്ചേനൊക്കെ ഉണ്ട്. നമുക്ക് അച്ഛനെ പോയി വിളിക്കാം. അച്ഛനിങ്ങ് വരും. കിടക്കണ്ടേ നമുക്ക്? വേണ്ട, അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ. നാളെ സ്കൂളിൽ പോകണ്ടേ? ആമി ബുക്കൊക്കെ എടുത്തു വെക്ക്. എന്തായാലും അൻപന്റെ ചേട്ടനെ വീട് വാങ്ങിച്ച് കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതേ ഒരു ബുദ്ധിയായിട്ടാ. ഇനിയിപ്പൊ പല്ലവിയും കിളിയും ഇങ്ങോട്ട് കേർത്തില്ല. അതെ, ഇന്നുകൊണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലേലും അവള് നടത്തുന്ന ചാരപ്പണിയാ. നമ്മുടെ തറവാട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അപ്പോൾ ലൈവ് കൊടുത്തോണ്ടിരിക്കുകയല്ലായിരുന്നോ ഒന്ന്? ഇനിയിപ്പോ എന്തായാലും നടക്കാൻ പോകുന്നില്ലേ? ചിറ്റമ്മ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാ വിട്ടേക്കുന്നത്. അല്ല, ഇനി വല്ല ഒളിക്യാമറ ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ല. ഒന്ന് നോക്കിക്കോട്ടാ. അതെ, ആ KGSന്റെ പരിപാടി അതാ, സർവത്ര ഒളിക്യാമറ. ഏയ്, അതൊന്നും ആയിരിക്കത്തില്ല. അതിനുള്ള സമയം നമ്മൾ കൊടുത്തിട്ടില്ല. ഏയ് ആനന്ദാ, നീ ഒരെണ്ണം കൂടി അങ്ങോട്ട് പിടിപ്പിച്ചേ. അതെ, ബുധനാഴ്ച നമ്മൾ ബോംബെക്ക് പോവല്ലേ, പിന്നെ ഒരു മാസം നമ്മൾ ഇങ്ങോട്ട് ഇല്ലാട്ടാ. ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എല്ലാം കൺഫേം അല്ലേ? അല്ലേ ബേബി? അതെ, എല്ലാ ഡേറ്റും ഓക്കെ ആട്ടാ. ഈ നൂർജഹാന്റെ കാര്യം ഒഴിച്ച് നമ്മുടെ ഗോവ ഷെഡ്യൂളിന്റെ കാര്യത്തിലേ അവരൊരു ചെറിയ സംശയം പറഞ്ഞു. ബേബി അവർ മാനേജ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? ചിറ്റപ്പന്റെ ആദ്യം എഗ്രിമെന്റ് ചെയ്യിക്ക്, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാലോ. അത് അനന്തന്റെ റിസ്ക് ആട്ടാ. ദേ, ഞങ്ങള് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അതിൽ ഇടപെടേ ഇല്ല. ആർട്ട് ഡയറക്ടർ ആണല്ലോ. ഹലോ. ആ ആ നൂർജഹാനെ അനന്തന്റെ വിടാണ്ട് പിടിച്ചിരിക്കട്ടാ. 2 or 3 പ്രൊജക്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഡേറ്റ് അങ്ങോട്ട് കൊടുത്തിരിക്ക. ഇനിയേ ആ ഡേറ്റ് കൊടുത്തത് എന്തിനെന്ന് മാത്രം നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചാൽ മതി. ഇനി അങ്ങോട്ട് ആയുഷ്കാലം മുഴുവൻ ഡേറ്റ് അനന്തന് മാത്രമുള്ള ഒന്ന് അന്വേഷിച്ചാൽ മതി. ഏയ്, പഴയ ലവൊക്കെ ആണെന്ന് വിചാരിച്ച് ഇപ്പോ. പക്ഷേ അവർ സംസാരമൊക്കെ കേട്ടിട്ട് ജനുവിനാണെന്നാ തോന്നുന്നത്. ചിറ്റപ്പനോട് എന്തോ റെസ്പെക്റ്റ് ഉള്ള പോലെ. റെസ്പെക്റ്റ് അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷേ റെസ്പെക്റ്റേ
അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മളാരും അറിയില്ല കേട്ടാ. ചിറ്റപ്പൻ ഡിവോഴ്സ് നിൽക്കാന്ന് അറിഞ്ഞൂടെ അവർക്ക്? ഈ നൂർജഹാൻ കല്യാണം കഴിച്ചിട്ടില്ലേ ഇതുവരെ? കല്യാണം കഴിച്ചതാ. ഒരു കന്നഡ പ്രൊഡ്യൂസർ ആയിരുന്നേ. അത് ഗൗഡന്മാരാ. അവരെ ദാമ്പത്യേ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അവള് വലിയ സ്റ്റാറായി പോയപ്പോഴേ അയാളുടെ കയ്യിൽ പിടിയാ പോയി. പിന്നെ അയാള് വേറെ കെട്ടിന്നാ പറഞ്ഞേട്ടെ. ഈ നൂർജഹാന്റെ കൂടെ കൂടാനേ ഒരുപാട് പ്രൊഡ്യൂസർമാരും നടന്മാരൊക്കെ നോക്കിയതാ. എല്ലാം അവളുടെ പൈസയും പേരൊക്കെ കണ്ടിട്ടാ അത് അവൾക്ക് അങ്ങോട്ട് മത്സരം ചെയ്തു. ഒരുത്തനെ അവൾ അങ്ങോട്ട് അടുപ്പിച്ചില്ല. ഇപ്പതേ കറങ്ങി തിരിഞ്ഞ പഴയ സ്ഥലത്ത് തന്നെ വന്നിക്ക. ഓക്കെ ഓക്കെ. പറഞ്ഞു ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കത്തിക്കാൻ പോവാ. ഞാനിന്ന് ഹാപ്പിയാ എല്ലാം കൊണ്ടും. എന്റെ മക്കള്, ഈ വീട്, പിന്നെ നൂർജഹാൻ ആണോ. അവളെ കണ്ടപ്പോ ഒരമണിക്കൂർ സംസാരിച്ചപ്പോ ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി എന്റെ ശരീരത്തിലോട്ട് കയറി. ഇനി അങ്ങോട്ട് അനന്തന്റെ ക്രിയേറ്റിവിറ്റി മലയാള സിനിമയ്ക്കല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നിഷേധിക്കാൻ പറ്റില്ല. ബേബി നോക്കിക്കോ. വാ നൂർജഹാൻ. ഹലോ. നൂർജഹാൻ. ഓക്കെ, ഞാൻ വിളിച്ചു പറയാം. കണ്ട എനർജി അങ്ങോട്ട് കൂടെ കൂടിയിരിക്ക. ഇനി ഇതങ്ങനെ അങ്ങോട്ട് പൊക്കോളും. പക്ഷെ വേവിച്ച ചിറ്റപ്പന്റെ ഈ സന്തോഷം നമ്മളൊന്ന് മുതലാക്കണം. പിള്ളേര് രണ്ടും ഈ വീട്ടിൽ ടോർച്ചർ ചെയ്യപ്പെടുക എന്ന് ആൻസി വർഗീസ് അറിയണം. അവൾക്ക് കൊടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത്രയും സമയമായി. അത് ശരിയാട്ടാ. കൃഷി പറഞ്ഞതനുസരിച്ച് അവള് ഇവിടെ വരണ സമയം അങ്ങോട്ട് കഴിഞ്ഞു. അതിനൊരു വഴിയുണ്ട്. ഇന്ന് രാത്രി അവള് ഉറങ്ങാതിരിക്കാനുള്ള ഒരു വഴി അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.